Now heat equation. Okay, so നമുക്ക് ഇവിടെ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫോം ചെയ്യണം ആൻഡ് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലംസും ചെയ്യണം. സോ കൺസിഡർ എ തിൻ റോഡ് ഓഫ് ലെങ്ത് L with an initial temperature f of x throughout and whose ends are held at temperature 0 for all time t greater than 0. Then the temperature u of x, t in the rod can be determined by the boundary value problem. ഓക്കെ, സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു തിൻ റോഡാണ്, അതിൻ്റെ ലെങ്ത്ത് എന്താണ്, ലെങ്ത്ത് L ആണ്. ആൻഡ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്താ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഹൂസ് എൻസ്, അതിൻ്റെ എൻസ് ആ ഹെൽഡ് അറ്റ് ടെമ്പറേച്ചർ 0, അതിൻ്റെ രണ്ട് എൻസിലും ഉള്ള ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഹെൽഡ് അറ്റ് 0 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് അതിൻ്റെ സൊല്യൂഷൻ കാണണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യു ഓഫ് എക്സ് ടി അല്ലേ, ആ റോഡിൻ്റെ ഓരോ പോയിൻറ്റിലും അറ്റ് ടൈം ടിയിൽ വരുന്ന ടെമ്പറേച്ചർ, അതാണ് അതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. അപ്പോൾ അതെന്താണെന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഫോം ചെയ്യണം. സോ ഇത് ഹീറ്റിനെ കുറിച്ചിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ട് അവിടുത്തെ ഇക്വേഷൻ നമ്മൾ ഹീറ്റ് ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ് കെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ആൻഡ് ലെങ്ത്ത് എന്താണ്, L ആണ് അല്ലേ, അപ്പോൾ എക്സ് വാരീസ് ഫ്രം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ L ആണ്. ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 0. ഇനി ഇനീഷ്യൽ കണ്ടീഷൻസും ബൗണ്ടറി കണ്ടീഷൻസും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അറ്റ് ടി ഈക്വൽ ടു 0 എന്താ തന്നിട്ടുള്ളത്, ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് ടി ഈക്വൽ ടു 0 ഉള്ള ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ആൻഡ് എക്സ് വാരീസ് ഫ്രം 0 ടു L. നെക്സ്റ്റ് ടെമ്പറേച്ചർ whose ends are held at temperature 0 for all time t. അതിൻ്റെ എൻഡുകൾ, രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഫോർ ഓൾ ടൈം, എല്ലാ ടൈമിലും അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 എക്സ് ഇസ് ഈക്വൽ ടു 0ലും എക്സ് ഇസ് ഈക്വൽ ടു എല്ലിലും ഉള്ള ടെമ്പറേച്ചർ നമുക്ക് എന്താക്കാം, യു ഓഫ് 0, t ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് L, t ഈക്വൽ ടു 0, t ഗ്രേറ്റർ ദാൻ 0. സോ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ട ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഓക്കെ, ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ മൂന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ സൊല്യൂഷൻ, അപ്പോൾ നമ്മൾ എന്താണ് സൊല്യൂഷൻ, യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി എന്നെടുത്തു. അതിൽ ക്യാപിറ്റൽ എക്സ് എന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആൻഡ് ക്യാപിറ്റൽ ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എലോൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പി ഡി ഇ എന്തായിട്ട് മാറും, കെ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ആണല്ലേ. അപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ നമുക്ക് ചെയ്ത് നോക്കിയാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. കെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി എന്നാണ്. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്, ടി ആണ്. സോ അത് കൊടുത്താൽ കെ എക്സ് ടി ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ടി ഡാഷ്. സോ നമ്മൾ പി ഡി ഇ എന്തായിട്ട് മാറി, കെ എക്സ് ടി ഈക്വൽ ടു എക്സ് ടി ഡാഷ് എന്നുള്ള എക്സ് ടി ഡാഷ് എന്നായിട്ട് മാറി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സിൽ ഫംഗ്ഷനൊക്കെ ഒരു ഭാഗത്തേക്കും ടീനൊക്കെ മറ്റേ സൈഡിലേക്കും മാറ്റിയിട്ടുണ്ടെങ്കിൽ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു ടി ഡാഷ് ബൈ കെ ടി എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ അതിൽ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെ ഇത് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്, സെപ്പറേഷൻ കോൺസ്റ്റൻറ്റ് അല്ല, നമ്മളതിന് മൈനസ് ലാംഡ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ എക്സ് ബൈ എക്സ് ഈക്വൽ ടു ടി ഡാഷ് ബൈ കെ ടി ഈക്വൽ ടു മൈനസ് ലാംഡ എന്നുള്ളതാണ്. ഇനി ഇതിന്ന് ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് ലാംഡ. അപ്പോൾ അതിന് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എക്സ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സെക്കൻഡ് പാർട്ട് ടി ഡാഷ് ബൈ കെ ടി ഈക്വൽ ടു മൈനസ് ലാംഡ, അതിന് നമുക്ക് ടി ഡാഷ് പ്ലസ് കെ ലാംഡ ടി ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ആൻഡ് ഇക്വേഷൻ 5 and 6 ആയിട്ട് അതിന് ചൂസ് ചെയ്യാം. ഇനി നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ കണ്ടീഷൻസും ബൗണ്ടറി കണ്ടീഷൻസും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. സോ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ 5 എക്സ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 ഈ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതെന്താണ്, എക്സിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മളവിടെ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം യു ഓഫ് 0, t ഈക്വൽ ടു എന്താണ് 0 ആണ്. ആൻഡ് യു ഓഫ് L, t യു എന്താണ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ഓഫ് എക്സ് ടി എന്തായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്, എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി അല്ലേ.
അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താവും യു ഓഫ് 0, വിൽ ബി ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യണം, സ്മോൾ എക്സിൻ്റെ സ്ഥലത്ത് 0 കൊടുക്കണം, എക്സ് ഓഫ് 0 ഇൻറ്റു ടി ഓഫ് ടി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അതെന്തായിരുന്നു, ബൗണ്ടറി കണ്ടീഷൻ അനുസരിച്ചിട്ട് ദിസ് ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു. ഓക്കെ, സോ യു ഓഫ് 0, ടി ഈക്വൽ ടു എക്സ് ഓഫ് 0 ഇൻറ്റു ടി ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു എൽ, മറ്റേ ഇതിലുള്ള ബൗണ്ടറി കണ്ടീഷൻ കൊടുത്താൽ ഇതെന്തായിട്ട് മാറും, യു ഓഫ് എൽ ടി ഈക്വൽ ടു എക്സ് ഓഫ് എൽ ഇൻറ്റു ടി ഓഫ് ടി ആണ്. ആൻഡ് എക്സ് ഈക്വൽ ടു എല്ലിലുള്ള ടെമ്പറേച്ചർ എന്തായിരുന്നു, 0 ആയിരുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ, എക്സ് ഓഫ് 0 ഇൻറ്റു ടി ഓഫ് ടി ഈക്വൽ ടു 0. ഇത് 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ എക്സ് ഓഫ് 0 ആവണം, അല്ലെങ്കിൽ ടി ഓഫ് ടി 0 ആവണം. പക്ഷേ ടി ഓഫ് ടി 0 ആവുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോർ ആൾ വാല്യൂസ് ഓഫ് ടിക്ക് ഈ ഫംഗ്ഷൻ ക്യാപിറ്റൽ ടി എന്താവണം, 0 ആണ്. അങ്ങനെ ഫോർ ആൾ വാല്യൂസ് ഓഫ് ടിക്ക് ഈ ക്യാപിറ്റൽ ടി 0 ആവുക പറഞ്ഞാൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താണ്, 0 ഫംഗ്ഷൻ ആണെന്നുള്ളത്. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അടുത്ത ഓൺലി പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 ആവുക എന്നുള്ളതാണ്. അല്ലേ, ഒരു പോയിന്റ് സ്മോൾ എക്സ് ഈക്വൽ ടു 0ക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആവുക, ദാറ്റ് ഈസ് പോസിബിൾ. സോ എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും ഇവിടെ നിന്ന്. അതേപോലെ തന്നെ ഇവിടെ സെക്കൻഡ് കേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് എൽ ഇൻറ്റു ടി ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് എന്താവണം, 0 ആവണം. ടി ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് എഴുതാം, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 എന്നെഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3 കണ്ടീഷനും വെച്ചിട്ടുണ്ട് നമ്മളിവിടുത്തെ ഇക്വേഷൻ നമ്പർ 5 അതെന്താണ്, എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0, അതെന്താണ്, ദാറ്റ് ഈസ് എൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആൻഡ് അവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്, എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത് വീണ്ടും എന്താണ്, ദിസ് ഈസ് അഗെയിൻ എ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം അല്ല, ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, അതിൽ വരുന്ന ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലമാണ്. കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ അതൊരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ചൂസ് ചെയ്തത്. സോ ലാംഡ ക്യാൻ ബി 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. സോ ഈ 3 കേസിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് സോൾവ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ലാംഡ ലെസ് ദാൻ 0 ചൂസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ലാംഡ ഈക്വൽ ടു 0 അങ്ങനെ തന്നെ എടുക്കാം. ലാംഡ ലെസ് ദാൻ 0 ആകുമ്പോൾ ലാംഡേനെ നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ദാൻ 0 ആകുമ്പോൾ ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ എന്ന് എടുക്കുക. അവിടെ നമ്മൾ എ സ്ക്വയർ എന്നെടുത്തിരുന്നു, അതിന് പറ്റും ഇവിടെ മ്യൂ സ്ക്വയർ എന്നെടുക്കണം. സോ ലാംഡ ലെസ് ദാൻ 0 ആകുമ്പോൾ ലാംഡ ഈക്വൽ ടു മൈനസ് മ്യൂ സ്ക്വയർ വെർ മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ലാംഡ ഈക്വൽ ടു മ്യൂ സ്ക്വയർ എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ലാംഡ ലെസ് ദാൻ 0 എന്നുള്ള കേസാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ലാംഡ ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് എന്താണ്, മൈനസ് മ്യൂ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്തായിട്ട് മാറും, എക്സ് ഡബിൾ ഡാഷ് ലാംഡ എന്താണ്, മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ഇതായിട്ട് മാറും നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇത് സോൾവ് ചെയ്യണം അല്ലേ. ഇതെന്താണ്, ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എം സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഈക്വൽ ടു 0. സോ നമുക്ക് എം ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, മൈനസ് യു ആൻഡ് മ്യൂ. ഓക്കെ, അപ്പോൾ എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ ആണ്. അതായത് എം എന്താണ്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ അതിൻ്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ വരിക, എക്സ് ഇസ് ഈക്വൽ ടു സം C1 e റേസ് ടു മ്യൂ എക്സ് പ്ലസ് C2 e റേസ് ടു മൈനസ് മ്യൂ എക്സ്. ഈ ഒരു ഫോമിലാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരിക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഒരു കോമ്പിനേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ എക്സ് ഓഫ് എക്സിന് നമുക്ക് C1 cos h മ്യൂ എക്സ് പ്ലസ് C2 sin h മ്യൂ എക്സ് എന്നുള്ള രീതിയിൽ എഴുതാൻ കഴിയും. സോ ഇവിടെ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യണം, അതിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം അല്ലേ. നമുക്ക് അവിടെ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടായിരുന്നു, എക്സ് ഓഫ് 0 ഈക്വൽ ടു 0യും എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 ഇങ്ങനെ 2 കണ്ടീഷനും ഉണ്ടായിരുന്നു. അതുകൂടി ഇവിടെ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, എക്സ് ഓഫ് 0 ഈക്വൽ ടു C1 cos h മ്യൂ എക്സ്. അവിടെ എക്സ് 0 കൊടുത്താൽ എന്താ വരിക, C1 cos h 0 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് cos h 0 എന്താണ്, cos h 0 ഈക്വൽ ടു 1 ആണ്. സോ C1 ഇൻറ്റു 1 C1 വരും പ്ലസ്
C2 sin H0 എന്ന് കിട്ടും. sin H0 എന്താണ്? 0 ആണ്. സോ C2 ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? C1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് കിട്ടുക C1 cos H mu L പ്ലസ് C2 sin H mu L ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താ പറയാം? C1 ഈക്വൽ ടു 0 ആണെന്ന് നേരത്തെ നിന്ന് കിട്ടിയല്ലേ. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ C2 sin H mu L ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് നമുക്ക് കിട്ടിയത് sin H mu L ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ sin hx ഹൈപ്പർബോളിക് ഫംഗ്ഷനിൽ sin hx ഈക്വൽ ടു എപ്പോഴാണ് 0 ആവുക? വെൻ x ഈക്വൽ ടു 0 എന്നുള്ള കേസിലാണ്. ഇവിടെ എക്സിൻ്റെ സ്ഥലത്തുള്ളത് എന്താണ്? mu L ആണ്. സോ ഇവിടെ എന്താണ്? sin H mu L ഈക്വൽ ടു 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? mu L ഈക്വൽ ടു 0 എന്ന് കിട്ടണം. mu L ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ mu ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ L ഈക്വൽ ടു 0 ആവണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ പ്രൊഡക്റ്റ് mu L ഈക്വൽ ടു എന്താവുക? 0 ആവുക. സോ ഇവിടെ L എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ റോഡിൻ്റെ ലെങ്ത് ആണ്. സോ ഇറ്റ് ക്യാൻ നെവർ ബി 0. സോ L ഇസ് നോട്ട് ഈക്വൽ ടു 0. അടുത്തത് mu എങ്ങനെ 0 ആവും? mu നമ്മൾ എന്താ ചൂസ് ചെയ്തിരുന്നത്? ലാംഡ ലെസ് ദാൻ 0 ആവുമ്പോൾ ലാംഡ ഈക്വൽ ടു മൈനസ് mu സ്ക്വയർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ mu 0 ആയി ലാംഡ 0 ആയി പോകില്ല. അപ്പോൾ അതും പോസിബിൾ അല്ല. സോ mu എന്തല്ല? mu ഓൾസോ നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ ആകുമ്പോൾ mu L നോട്ട് ഈക്വൽ ടു 0 ആണ്. mu L 0 അല്ല എന്നുണ്ടെങ്കിൽ mu L നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ sin H mu L എന്താവില്ല? ഇറ്റ് വിൽ ആൾസോ ബി നോട്ട് ഈക്വൽ ടു 0. പിന്നെ C2 ഇൻറ്റു sin H mu L ഈക്വൽ ടു 0 ആവണം എന്നുണ്ടെങ്കിൽ അവിടെ sin H mu L എന്താണെന്ന് കിട്ടി? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ പിന്നെ അവിടെയുള്ള പോസിബിലിറ്റി എന്താണ്? C2 ഈക്വൽ ടു 0 ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? C2 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയത് ഇതായിരുന്നു. അവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തപ്പോൾ C1 ഈക്വൽ ടു 0 എന്നും C2 ഈക്വൽ ടു 0 എന്നും കിട്ടി. അത് രണ്ടും ഇവിടെ കൊടുത്താൽ x ഈക്വൽ ടു എന്ത് കിട്ടും? x ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതെന്താണ്? ഇറ്റ് ഈസ് ദ ട്രിവിയൽ സൊല്യൂഷൻ അല്ലേ? ദാറ്റ് ഈസ് ദ ട്രിവിയൽ സൊല്യൂഷൻ. നെക്സ്റ്റ് കേസിൽ നമ്മൾ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചൂസ് ചെയ്തു. സോ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ലാംഡ ഈക്വൽ ടു നമ്മൾ mu സ്ക്വയർ എന്നാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 7ലുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് ഡബിൾ ഡാഷ് പ്ലസ് mu സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് വീണ്ടും ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. സോ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ദാറ്റ് വിൽ ബി m സ്ക്വയർ പ്ലസ് mu സ്ക്വയർ ഈക്വൽ ടു 0. ആൻഡ് അത് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്താ കിട്ടുക? m ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് mu i. ഇവിടുത്തെ റൂട്ട്സ് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്, പക്ഷേ ദേ ആർ നോട്ട് റിയൽ. കോംപ്ലക്സ് റൂട്ടാണ് കിട്ടുന്നത്. സോ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വിൽ ബി എക്സ് ഇസ് ഈക്വൽ ടു C1 cos mu x പ്ലസ് C2 sin mu x. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ അങ്ങനെയാണ് കിട്ടുക. ഇപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതായത് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0യും എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0യും. ഇവിടെ എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 C1 ഇൻറ്റു കോസ്, ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഓഫ് 0 ഈക്വൽ ടു ഇത് കൊടുക്കുമ്പോൾ 0 ഈക്വൽ ടു C1 ഇൻറ്റു കോസ് 0 അല്ലേ? കോസ് 0 എന്താണ്? 1 ആണ്. സോ C1 പ്ലസ് C2 ഇൻറ്റു സൈൻ 0, അതായത് C2 ഇൻറ്റു 0 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? C1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് കണ്ടീഷൻ എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തായിട്ട് മാറും? നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? C1 cos mu L പ്ലസ് C2 sin mu L ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ C1 എന്താണ്? നമുക്ക് ഫസ്റ്റ് ഇതിൽ കേസിൽ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് C1 ഈക്വൽ ടു 0 ആണ്. സോ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? C2 sin mu L ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? C2 sin mu L ഈക്വൽ ടു 0. സോ C2 ഇൻറ്റു സൈൻ mu L ഈക്വൽ ടു 0. ഈ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ either C2 ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ സൈൻ mu L ഈക്വൽ ടു 0 ആണ്. സപ്പോസ് C2 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മളെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു C1 cos mu x പ്ലസ് C2 sin mu x എന്തായിട്ട് മാറും? ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ട്രിവിയൽ സൊല്യൂഷനാണ് കിട്ടുന്നത്. പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ കാണാനാണ് വേണ്ടത്. അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ C2 എന്താവരുത്? C2 ഷുഡ് നോട്ട് ബി 0. C2 0 ആവരുത് ആൻഡ് ദിസ് പ്രൊഡക്റ്റ് ഷുഡ് ബി 0. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? സൈൻ mu L മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ സൈൻ mu L ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താണ്? സൈൻ എക്സ് ഈക്വൽ ടു 0 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു n പൈ ആവുക എന്നുള്ളതാണ് അല്ലേ? n ക്യാൻ ബി എനി ഇൻറ്റീജർ. സോ അതിൻ്റെ അർത്ഥം
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടണം, മ്യൂ എൽ ഈക്വൽ ടു എൻ പൈ എന്ന് കിട്ടണം അല്ലേ. ഇവിടെ സൈൻ മ്യൂ എൽ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ എൽ എന്താവണം, മ്യൂ എൽ ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ അവിടെ നമുക്ക് മ്യൂ എൽ ഈക്വൽ ടു എൻ പൈ ആവണം അല്ല. സൈൻ എക്സ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് എന്താവണം, എക്സ് ഷുഡ് ബി ഈക്വൽ ടു എൻ പൈ വെർ എൻ ഈസ് എനി ഇൻറ്റീജർ ആണ്. സോ സൈൻ മ്യൂ എൽ ഈക്വൽ ടു 0 ആവണമെങ്കിൽ അതിലെ മ്യൂ എൽ എന്താവണം, മ്യൂ എൽ ഷുഡ് ബി ഈക്വൽ ടു എൻ പൈ ആൻഡ് അവിടെ നമുക്ക് മ്യൂ ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു എൻ എന്ന് പറയുന്നത് എന്താണ്, എനി ഇൻറ്റീജർ ആണ്. ഇനി നോക്കൂ, എൻ ഇസ് ഈക്വൽ ടു 0 ആയിട്ടുണ്ടെങ്കിൽ, എൻ 0 ആയിട്ടുണ്ടെങ്കിൽ മ്യൂ ഈക്വൽ ടു എന്താണ്, എൻ പൈ ബൈ എൽ ആണ്. നമുക്ക് അവിടുന്ന് മ്യൂ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, മ്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. സോ മ്യൂ പക്ഷേ എന്താണ്, വി ഹാവ് ചൂസൺ മ്യൂ ആസ് മ്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ മ്യൂ ഈക്വൽ ടു 0 പോസിബിൾ അല്ല. സോ എൻ എന്താവാൻ പാടില്ല, എൻ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ഇനി എൻ നെഗറ്റീവ് ഇൻറ്റീജർ ആണെന്ന് ചൂസ് ചെയ്തു. എൻ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ -1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മ്യൂ ഈക്വൽ ടു എന്താ കിട്ടുക, -5 ബൈ എൽ ആണ്. അപ്പോൾ വീണ്ടും അവിടെ പ്രശ്നം വരും, കാരണം മ്യൂ എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ മ്യൂ ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് കിട്ടും. ആൻഡ് എൻ എന്താവണം, എൻ ഷുഡ് ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു C1 cos മ്യൂ എക്സ് പ്ലസ് C2 sin മ്യൂ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, C1 0 ആണ്, ആ ടേം പോയി ബാക്കിയുള്ളത് എന്താണ്, C2 sin മ്യൂ എക്സ് ആണ്. അവിടെ മ്യൂ ഈക്വൽ ടു എന്താണ്, എൻ പൈ ബൈ എൽ ആണ്. സോ നമ്മുടെ സൊല്യൂഷൻ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു C2 sin n പൈ എക്സ് ബൈ എൽ എന്ന് എഴുതാം. ആൻഡ് എൻ ക്യാൻ ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ, അതായത് എൻ എന്താണ് 1 2 3 എക്സെട്ര അല്ല. ആൻഡ് ലാംഡ ഈക്വൽ ടു എന്തായിരുന്നു, മ്യൂ സ്ക്വയർ ആയിരുന്നു. സോ ലാംഡ എൻ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇത് എൻ എന്ന് ഇതിലും എൻ എന്ന് കൊടുക്കാനുള്ള റീസൺ എന്താണ്, എൻ ഫോർ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഓഫ് എന്നിന് നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. അതുകൊണ്ട് ദ ലാസ്റ്റ് കേസ് ലാംഡ ഈക്വൽ ടു 0 ആവുന്ന കേസാണ്. അപ്പം നമ്മൾ ഇക്വേഷൻ എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ആവും. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക C1x പ്ലസ് C2 ആണ്. ആൻഡ് അവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എക്സ് ഓഫ് 0 ഈക്വൽ ടു 0യും എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0യും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കോൺസ്റ്റൻസും C1ഉം C2ഉം ഈക്വൽ ടു 0 എന്ന് കിട്ടും. C1 C2 ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താവും, 0 ആവും. അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, ട്രിവിയൽ സൊല്യൂഷനാണ് കിട്ടുന്നത്. സോ നമ്മളെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, അതായത് എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0, എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. ഈ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് എപ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, വെൻ ലാംഡ ഈക്വൽ ടു ലാംഡ എൻ അല്ല, ലാംഡ എന്നുകളോട് ഈക്വൽ ആവുന്ന ആ കേസുകളിൽ മാത്രമേ ഉള്ളൂ ഇതിന് എന്തുണ്ടാവുന്നത്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ലാംഡ എൻ എന്താണ്, എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ആണ്. ആൻഡ് ആ കേസിലുള്ള ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് എൻ ഓഫ് എക്സുകളായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു C2 sin n പൈ എക്സ് ബൈ എൽ, വെർ C2 ഈസ് എനി കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ലീനിയർ ODEs കിട്ടിയിരുന്നു അല്ലേ. അതിൽ നമ്മൾ ഫസ്റ്റത്തെ കേസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സൊല്യൂഷനാണ് നമ്മളവിടെ കണ്ടത്. അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്ന കേസാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. ഇനി ഇതുകൂടി സോൾവ് ചെയ്യണം, ഇതിൻ്റെ കേസും കൂടി കൺസിഡർ ചെയ്യണം. സോ ഇതിന് നോൺ ട്രിവിയൽ ഇതുണ്ടാവുന്ന ആ കേസുകളിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ സൊല്യൂഷൻ ഈ ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ മതി. സോ ഇത് നമ്മൾ കണ്ടു, ഈ ODEക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുന്നത് ലാംഡ എന്നുകൾക്കാണ്. സോ ആ ലാംഡ എന്നുകൾക്ക് നമ്മൾ ഇക്വേഷൻ ടി ഡാഷ് പ്ലസ് കെ ലാംഡ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷന് എന്താണ് ആവുന്നത് നോക്കാം. സോ അവിടെ നമ്മൾ ലാംഡ ഈക്വൽ ടു എന്ത് ചെയ്യുക, ലാംഡ എന്നിൻ്റെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. സോ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, ടി ഡാഷ് പ്ലസ് കെ ഇൻറ്റു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു ടി ഈക്വൽ ടു 0. എന്താണ്, എൻ ഇസ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഈസ് ടി ഡാഷ് ദാറ്റ് ഈസ് ഡി ടി ബൈ ഡി ടി പ്ലസ് കെ ആൻഡ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ലാംഡ എൻ ഇൻറ്റു ടി ഈക്വൽ ടു 0, വെർ ലാംഡ എൻ ഇസ് ഈക്വൽ ടു ഈ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ദിസ് ഇക്വേഷൻ ദിസ് ഈസ് എ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഉള്ള. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷൻ കാണാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ നിങ്ങൾക്കറിയാം, സിമ്പിളാണ്. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് C3 e k ലാംഡ n t എന്ന് കിട്ടും. സോ നമ്മൾ രണ്ട് ODEs ഫോം ചെയ്തിരുന്നു. അതിൽ ഫസ്റ്റ് ODEനെ നമ്മൾ എല്ലാ കേസിലും സോൾവ് ചെയ്തു. ആൻഡ് അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്ന കേസ് ലാംഡ ഈക്വൽ ടു ലാംഡ എന്നാവുമ്പോഴാണ്.
ആൻഡ് ആ ലാംഡകളിൽ മാത്രം ഫസ്റ്റ് ഇക്വേഷനിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടാകുന്ന ആ കേസുകളിൽ മാത്രം എന്ത് ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആൻഡ് അവിടെ നമുക്കൊരു ജനറൽ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ നമുക്ക് എക്സ് ഓഫ് ടിയും കിട്ടി, ടി ഓഫ് ടിയും കിട്ടി, എക്സും കിട്ടി, ടിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യു കാണാം അല്ലേ. യു ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണ്. സോ അത് നമുക്ക് യു ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മൾ രണ്ട് സൊല്യൂഷൻ്റെയും പ്രൊഡക്റ്റ് കാണാം. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, C2 sin n by x by L ഇൻറ്റു ടി എന്ന് കിട്ടിയത് C3 e⁻−k n² π² by L² t എന്ന് കിട്ടും. അവിടെ C1 ഇൻറ്റു C2 ആ കോൺസ്റ്റൻസിൻ്റെ പ്രൊഡക്റ്റിന് നമ്മൾ an എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, നമ്മളതിനെ UN എന്നാണ് വിളിക്കുന്നത്. കാരണം എന്നിൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് U1 U2 എക്സെട്ര അങ്ങനെ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടും അല്ലേ. സോ ഇവിടെ നമുക്ക് UN ഈക്വൽ ടു എന്താണെന്ന് കിട്ടി, an e⁻−k n² π² by L² ഇൻറ്റു ടി sin n pi x by L. അതായത് n ഈക്വൽ ടു 1 ആകുമ്പോൾ U1, n ഈക്വൽ ടു 2 ആകുമ്പോൾ U2 അങ്ങനെ കുറേ സൊല്യൂഷൻസ് വരും അല്ലേ. സോ നമ്മളതിൻ്റെ UNകളാണത്. നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പറഞ്ഞിരുന്നു U1 U2 എക്സെട്ര അങ്ങനെ കുറച്ച് UN അങ്ങനെ ഒരു സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും എന്തായിരിക്കും, ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഒരു സം എടുത്തിട്ടുണ്ടെങ്കിൽ U1 U2 എക്സെട്ര UNൻ്റെ സമ്മ്. ഓക്കെ, സോ ഇവിടെ സം എന്ന് പറയുമ്പോൾ സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി UN എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇതും എന്തായിരിക്കും, നമ്മുടെ PDEൻ്റെ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ആൻഡ് ഈ സൊല്യൂഷൻ നമ്മൾ U എന്ന് ചൂസ് ചെയ്തു. U ഓഫ് എക്സ് ടി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്, സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി UN തന്നെയാണ്. സോ U ഓഫ് എക്സ് t ഈക്വൽ ടു എന്താണ്, സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി UN ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an സെയിം തന്നെ. അത് നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതി. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആയിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു, ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ. അറ്റ് ടി ഈക്വൽ ടു 0യിലുള്ള ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞിരുന്നു, U ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ U ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, U ഓഫ് എക്സ് ടി ഇതാണ്. ഇതിൽ എന്ത് ചെയ്യുക, ടി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ ടേം എന്താവും, e⁻0 ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിട്ട് മാറും. സോ ബാക്കി എന്താ ഉണ്ടാവുക, സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an എക്സ്പൊണൻഷ്യൽ ടേം പോകും, ബാക്കി sin n pi x by L. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എഫ് ഓഫ് എക്സ്. അതാണ് അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചറായിട്ട് കിട്ടുക. ഇനി ഈ എക്സ്പ്രഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an sin n pi x by L ആണ്. ആൻഡ് എക്സ് വാരീസ് ഫ്രം 0 to L അല്ലേ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ആണ്. ഇതെന്താണ്, ദിസ് ഈസ് ദ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ഓഫ് ഫൊറിയർ സൈൻ സീരീസ്. ഫൊറിയർ സൈൻ സീരീസ് എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ സൈൻ സീരീസിൻ്റെ ഹാഫ് റേഞ്ച് എക്സ്പാൻഷനാണ് ഈ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ an എന്ന് പറയുന്നത്, an ഇസ് എ കോൺസ്റ്റൻറ്റ് അല്ലേ, C2 ഇൻറ്റു C3 ആ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ an എന്ന് ചൂസ് ചെയ്തിരുന്നത്. സോ ഈ എക്സ്പ്രഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ഓഫ് ഫൊറിയർ സൈൻ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ an നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ സൈൻ സീരീസ് എക്സ്പാൻഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ an നമുക്ക് എങ്ങനെ എഴുതാം, an വിൽ ബി ഈക്വൽ ടു 2/L ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ n pi x by L dx എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ സൊല്യൂഷൻ U ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an e⁻−k n² π² by L² ഇൻറ്റു ടി സൈൻ n pi x by L നമുക്ക് കിട്ടിയ ആൻസർ ആയിരിക്കും. ആൻഡ് അവിടുത്തെ കോൺസ്റ്റൻറ്റ് ഈ an എന്ന് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് anൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ടായിരിക്കും 2/L ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ n pi x by L dx ആയിരിക്കും. സോ ഇതാണ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. U ഓഫ് എക്സ് ടി ഈക്വൽ ടു ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ആൻഡ് an വിൽ ബി ഈക്വൽ ടു ദിസ്. സോ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റായിട്ട് സൊല്യൂഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. സൊല്യൂഷൻ്റെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ആൻഡ് anൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും 2/L ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ n pi x by L dx. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ടെമ്പറേച്ചർ U ഓഫ് എക്സ് ടി എക്സ് t at any time
in a metal rod 50 centimeter long insulated on the sides, which initially has a uniform temperature of 20 degrees Celsius throughout and whose ends are maintained at 0 degrees Celsius for all t greater than 0. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ടെമ്പറേച്ചർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മെറ്റൽ റോഡിലൂടെ ഉള്ള ടെമ്പറേച്ചർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? ഹീറ്റ് ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം കെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ഇതിനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇനി തന്നിട്ടുള്ളത് നോക്കാം. അറ്റ് എനി ടൈം ഇൻ എ മെറ്റൽ റോഡ് 50 സെൻറ്റിമീറ്റർ ലോങ്, മെറ്റൽ റോഡിലൂടെയുള്ള 50 സെൻറ്റിമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ റോഡ്. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 to 25 അല്ല, ദിസ് ഈസ് 50. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 50 ആണ്. അതായത് ഇവിടെ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? 50 ആണ്. ആൻഡ് ഇനി കണ്ടീഷൻസ്, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസും ഇനീഷ്യൽ കണ്ടീഷൻസും വേണം. അവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താണ്? വിച്ച് ഇനീഷ്യലി ഹാസ് എ യൂണിഫോം ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ് ത്രൂ ഔട്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ എന്താണെന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അറ്റ് ടി ഈക്വൽ ടു 0 ഉള്ള ടെമ്പറേച്ചർ അല്ലേ. അതായത് യു ഓഫ് എക്സ് കോമ ടിയിൽ നമ്മൾ ടി ഈക്വൽ ടു 0 കൊടുക്കുക. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് കോമ 0. സോ യു ഓഫ് എക്സ് കോമ 0 ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 50 ആണ്. ഇനി നെക്സ്റ്റ്, ആൻഡ് ഹൂസ് എൻഡ്സ് ആർ മെയിൻറ്റെയിൻഡ് അറ്റ് 0 ഡിഗ്രി ഫോർ ആൾ ടി ഗ്രേറ്റർ ദാൻ 0. ആൻഡ് ഈ മെറ്റൽ റോഡിൻ്റെ എൻഡ്സ് എന്താണ്? ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് 0 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ എന്താണ്? 0 ആയിരിക്കും. അതായത് യു ഓഫ് 0 കോമ ടി, എക്സ് 0 ആകുമ്പോഴും എക്സ് എൽ ആകുമ്പോൾ എൽ എന്താണ്? ഇവിടെ 50 ആകുമ്പോഴും ഉള്ള ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് യു ഓഫ് 0 കോമ ടി ഈക്വൽ ടു യു ഓഫ് 50 കോമ ടി ആണ് കേട്ടോ. 50 കോമ ടി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്യണം. സോ ഹീറ്റ് ഇക്വേഷൻ ആണ്. ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലേ. യു ഓഫ് എക്സ് കോമ ടി എന്താണ്? സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ ഇ റേസ് ടു മൈനസ് കെ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു ടി സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ്. ആൻഡ് എ എൻ ഈക്വൽ ടു എന്താണ്? 2/L ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആണ്. അപ്പോൾ ഇത് കാണണം. അപ്പോൾ ഇവിടെ നോക്കൂ. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ ഇ റേസ് ടു മൈനസ് കെ എൻ സ്ക്വയർ പൈ സ്ക്വയർ ടി ബൈ എൽ സ്ക്വയർ. എൽ എന്താണ്? എൽ ഇസ് ഈക്വൽ ടു 50 ആണ്. സോ എൽ സ്ക്വയർ വിൽ ബി 2500 എന്ന് വരും. ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. എൽ എന്താണ്? 50 കൊടുത്തു. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എ എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എ എൻ ഈക്വൽ ടു 2/L ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആണ്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/L. എൽ എന്താണ്? എൽ ഇസ് ഈക്വൽ ടു 50. സോ ഇൻറ്റഗ്രൽ 0 to 50 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് എക്സ് കോമ 0നെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സോ എഫ് ഓഫ് എക്സ് നമുക്ക് 20 കൊടുക്കാം. 20 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ 50 ഡി എക്സ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. സോ ഇവിടുന്ന് 20നെ പുറത്തേക്ക് എടുക്കുക. ക്യാൻസൽ ചെയ്യുമ്പോൾ 4/5 എന്ന് വരും. ആൻഡ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എൻ പൈ എക്സ് ഡി എക്സിന് സൈൻ എൻ പൈ എക്സ് ബൈ 50 അതിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ സൈനിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ കോസ് എൻ പൈ എക്സ് ബൈ 50 ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ 50. സോ നമുക്ക് ഇങ്ങനെ കിട്ടും -50/n പൈ കോസ് എൻ പൈ എക്സ് ബൈ 50. ലിമിറ്റ് എന്താണ്? 0 to 50. ആൻഡ് ഇത് സോൾവ് ചെയ്യുമ്പോൾ 40/n പൈ 1 മൈനസ് കോസ് എൻ പൈ എന്ന് കിട്ടും അല്ല. ഇവിടെ കോസ് എൻ മൈനസ് ഓഫ് കോസ് എൻ പൈ പ്ലസ് കോസ് 0 എന്നാണ് വരിക. കോസ് 0 1 ആണ്. മൈനസ് കോസ് എൻ പൈ എന്നെഴുതാം. ആൻഡ് കോസ് എൻ പൈൻ്റെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. സോ നമുക്ക് ഇതിനെ 40/n പൈ ഇൻറ്റു 1 മൈനസ് -1 റേസ് ടു n എന്നെഴുതാം അല്ലേ. ആൻഡ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടി എഴുതാം. വെൻ n ഓഡ് ആകുമ്പോൾ -1 റേസ് ടു n എന്താവും? -1 ആവും. സോ 40 ഇൻറ്റു 2 1 + 1 വരും. 2 എന്ന് വരും. 2 × 40 80/n പൈ വരും. ഇനി ഈവൺ ആകുമ്പോൾ -1 റേസ് ടു n എന്താണ്? 1 ആണ് വരിക. സോ 1 - 1 അത് 0 ആയി പോകും. സോ എൻ്റെ ആൻസർ 0. അപ്പോൾ n ഓഡ് ആവുന്ന കേസിൽ ൻ്റെ വാല്യൂ 80/n പൈ എന്ന് കിട്ടും. n ഈവൺ ആകുമ്പോൾ അത് 0 എന്ന് കിട്ടും.
ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഇപ്പോൾ നമുക്ക് an-ൻ്റെ വാല്യൂ കിട്ടി. സോ ഇവിടെ എന്ത് ചെയ്യുക, an-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 40/π എന്ന് കിട്ടും. സമ്മേഷൻ n = 1 to infinity 1 minus -1 raised to n by n. ബാക്കി ആ ടേംസ് കംപ്ലീറ്റ് ആ ടേംസ് തന്നെ എഴുതി. ആൻഡ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, നമുക്കറിയാം n ഈവൻ ആകുമ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു 0 ആണ്. ആൻഡ് n ഓഡ് ആകുമ്പോൾ മാത്രം അതിൻ്റെ വാല്യൂ എന്താണ്, 80/nπ ആണ്. 80/nπ ആണ്. സോ നമുക്കിത് n ഓഡ് ആവുന്ന കേസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ n-ന് പകരം എന്ത് ചെയ്യാം, 2n - 1 എന്ന് കൊടുക്കാം. ഓഡ് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ 80/π സമ്മേഷൻ n = 1 to infinity n ഉള്ള സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കാം, 2n - 1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1/2n - 1 e⁻−k 2n - 1 square π² into t/2500 into sin n ഉള്ള സ്ഥലത്ത് 2n - 1 into πx/50. സോ ഇതായിരിക്കും അതിൻ്റെ ആൻസർ.